വയനാട് ചൂരൽമലയിലെ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ. പാലത്തിന്റെ തൂണുകൾക്ക് താഴെ മണ്ണ് ഒലിച്ചുപോയ ഭാഗത്ത് മണ്ണിടുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാലം വഴി മുണ്ടക്കൈയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. അതേസമയം ഇന്നലെ നടന്ന പ്രതിഷേധത്തിനിടെ വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ 6 ചൂരൽമല സ്വദേശികൾക്കെതിരെ കേസെടുത്തു. മുഹമ്മദ് ഷഹീദ് ഉണ്ട് വിശദവിവരങ്ങളുമായി. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഈ മണ്ണിടുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എത്രത്തോളം ശക്തമായി നിലനിർത്താൻ കഴിയും ഈ മണ്ണിടൽ നടപടിയിലൂടെ? മോത്തി, ബെയിലി പാലത്തിന്റെ ഒരു തൂൺ നിൽക്കുന്ന ഭാഗത്തിനടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയതായിരുന്നു. ഇന്നലെ ശക്തമായ വെള്ളം ഒഴുകിയതിനെ തുടർന്നാണ് ആ സംഭവം ഉണ്ടായത്. ഇതാണ് ഇപ്പോൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതായത് JCB ഉപയോഗിച്ച് പുറത്തു നിന്നും മണ്ണ് കൊണ്ടുവന്ന് ആ പാലത്തിനടിയിലേക്ക് മണ്ണിളകിയ ഭാഗത്തേക്ക് മണ്ണ് നിറയ്ക്കുകയാണ്. അതിലൂടെ ആ ഇളകിയ ഭാഗത്തുള്ള മണ്ണ് ഒലിച്ചു പോയ ആ പ്രശ്നം, അതായത് പാലത്തിൻ്റെ തൂണിൻ്റെ ബേസ്മെൻറ്റ് കാണുന്ന രീതിയിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്, അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടെയുള്ള ഒലിച്ചുപോയ ഭാഗത്ത് മണ്ണ് നിക്ഷേപിക്കുകയാണ്, മണ്ണിടുകയാണ്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറെക്കുറെ ആ പാലത്തിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയതുമായി ബന്ധപ്പെട്ട് തൂണിലുണ്ടാകുന്ന ബലക്ഷയം അത് ഈ മണ്ണിടുന്നതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇനിയും ശക്തമായ വെള്ളമൊഴുക്കുണ്ടാവുകയാണെങ്കിൽ വീണ്ടും മണ്ണൊഴുകി പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ അതിനുള്ള നടപടികൾ എന്താണെന്ന് നമുക്കിനി ജോലി പ്രവർത്തനം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പാലത്തിന് ഈ മണ്ണിനൊക്കെ പുറത്തൊരു സംരക്ഷണ ഭിത്തിയുണ്ട്, കോൺക്രീറ്റ് ഭിത്തിയുണ്ട്. അതിന് 2-3 സ്ഥലങ്ങളിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ബലപ്പെടുത്താൻ ഇനി എന്ത് പ്രവർത്തനം നടത്തുമെന്ന് അറിയില്ല. അത്തരത്തിലുള്ള എല്ലാ ബലക്ഷയം മാറ്റാനുള്ള അല്ലെങ്കിൽ ഈ നിലവിലുള്ള സാഹചര്യം പരിഹരിക്കാനുള്ള എല്ലാ പ്രവർത്തനവും പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ആ ജോലിയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. മഴയുണ്ട്, അതിനിടയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. മോദി, ഈ പാലം കടന്ന് അങ്ങോട്ടേക്കുള്ള ഗതാഗതം ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയല്ലേ ഷഹീദ്? മോത്തി, പാലത്തിലൂടെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ കടന്നു പോകുന്നതിനുള്ള അനുമതിയില്ല. പക്ഷേ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഫോറസ്റ്റ് വനംവകുപ്പിൻ്റെ ഒരു ജീപ്പ് ഈ പാലത്തിന് മുകളിലൂടെ ഇപ്പോൾ പോകുന്നുണ്ട്. അതായത് ആ തരത്തിലുള്ള ഒരു ബലക്ഷയം, പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുന്ന തരത്തിലുള്ള ബലക്ഷയത്തിലേക്ക് പോയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഫോറസ്റ്റിൻ്റെ ജീപ്പ് ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് പാലം ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത് പാലത്തിൻ്റെ ബലക്ഷയം എന്നതിലുപരിയായി ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്കുള്ള ഗതാഗതം അല്ലെങ്കിൽ അങ്ങോട്ടുള്ള സഞ്ചാരം, പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികളായിരുന്നു ഇവിടേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടേക്ക് പോയി ഇന്നലെ ശക്തമായ വെള്ളമൊഴുക്കും ഈ മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഈ ശക്തമായ മഴയിൽ അവർ ആ ഭാഗത്ത് ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു കാരണമുള്ളത് കൊണ്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. പാലം കടന്ന് അപ്പുറത്തേക്ക് പോകണ്ട എന്നുള്ളത്. ശക്തമായ മഴ വന്നാൽ അത് അവരുടെ യാത്രയൊക്കെ ബാധിക്കും. മണ്ണിടിച്ചിൽ പോലെയുള്ളതൊക്കെ ആ മേഖലയിൽ ചൂരൽമലയിൽ ഉണ്ടായാൽ, മുണ്ടക്കൈയിൽ ഉണ്ടായാൽ ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ബലക്ഷയമുണ്ടോ എന്നതൊക്കെ വിശദീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടേതോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ ആയ ആരെങ്കിലും സ്ഥലത്തുണ്ടോ? മോത്തി, അത്തരത്തിലുള്ള ആളുകൾ സർക്കാരുമായും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും എത്തിയിട്ടില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും എത്തിയിട്ടില്ല. ഇപ്പോഴിവിടെയുള്ളത് ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ജോലിക്കാരാണ്. അവർ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നവരോട് ഈ ജോലി പ്രവൃത്തി തുടങ്ങാൻ പോവുകയാണ്. ഇന്നലെ തന്നെ അത് ചെറിയ രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനുള്ള പ്രവർത്തനം തുടങ്ങിയിരുന്നു എന്നവർ പറഞ്ഞിരുന്നു. ആ തൊഴിലാളികൾ മാത്രമാണുള്ളത്. അധികൃതർ ആ തരത്തിൽ ഉള്ള ആളുകളില്ല. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ PWD ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട്. PWD ആണ് ഇതിൻ്റെ സംരക്ഷണ ഭിത്തി ഒരുക്കി ഈ പാലത്തിൻ്റെ തൂണുകളും മറ്റും സംരക്ഷിക്കുന്ന ചുമതല, അല്ലെങ്കിൽ ആ ജോലി ചെയ്തത് PWD ആണ്. അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ജീവനക്കാർ മാത്രമാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഇവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ വെള്ളം ശക്തമായി ഒഴുകി ആളുകൾ കുടുങ്ങിയ സമയത്ത് വെള്ളാർമല വില്ലേജ് ഓഫീസർ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ആ വില്ലേജ് ഓഫീസർ എത്തിയ സമയത്ത് ഇവിടെ നാട്ടുകാരുണ്ടായിരുന്നു. നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു. അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞു. അദ്ദേഹം ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് തന്നെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. ആ പരാതിയിൽ ഇപ്പോൾ 6 പേർക്കെതിരെ, ചൂരൽമല സ്വദേശികൾക്കെതിരെ കേസെടുത്തുകൊണ്ട് ആ ഒരു പുതിയ വിവരം കൂടി പങ്കുവെക്കാനുണ്ട്. മോത്തി, ശരി ഷഹീദ്. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിൽ 3 ഇടങ്ങളിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ കുറിച്ചാണ് ഷഹീദ് വിശദമായി പറഞ്ഞത്.